നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്. എന്ത് തെറ്റു ചെയ്താലും ഏത് കള്ളത്തരം വിളിച്ചു പറഞ്ഞാലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ചില വിശുദ്ധ പദവികൾ അവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് പാണക്കാട് തറവാടും അവർ കൈയാളുന്ന 1000 പള്ളിയുടെ ഗാളിയുടെ സ്ഥാനവും. രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാം, ജനങ്ങളെ പരസ്യമായി കബളിപ്പിക്കാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുഖവും ജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖവും എടുത്ത് മലക്കം അറിയാം. പക്ഷേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഒരു ഖാളിയാണെങ്കിൽ കേരളത്തിലെ മതപ്രബോധകർ എന്തു ചെയ്യും? അവർ വാ തുറക്കുമോ? ഇല്ല. കാരണം കസേരയ്ക്ക് മുന്നിൽ അവരുടെ നാവ് പോലും അടിയറവ് വെക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കാപട്യത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ 1000 പള്ളിയുടെ ഖാളി പാണക്കാട് സാദിഖലിയുടെ ഇരട്ട താപ്പുകളെക്കുറിച്ചും അതിന് കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ പ്രമുഖ മതപണ്ഡിതന്മാരുടെ നാണംകെട്ട മൗനത്തെക്കുറിച്ചുമാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കൂ. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് UDFും ലീഗും നടത്തിയ നാടകങ്ങൾ കേരളം കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘപരിവാർ അജണ്ടയാണെന്നും വിദ്യാർത്ഥികളെ കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതിയാണെന്നും പറഞ്ഞ് വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ് UDF നേതൃത്വം. ലീഗും ഇതിൽ ശക്തമായ നിലപാടെടുത്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോ അധികാരത്തിന്റെ പങ്കുപറ്റാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി UDF ഘടകകക്ഷികൾ ഇതിൽ മലക്കം മറിഞ്ഞു. ഈ കള്ളക്കളികൾക്ക് നേതൃത്വം കൊടുക്കുന്നതോ കേരളത്തിലെ 1000ഓളം പള്ളികളുടെ ഖാളിയെന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ വാഴ്ത്തുന്ന പാണക്കാട് സാദിഖലിയും. രാഷ്ട്രീയത്തിൽ നുണ പറയുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ തൊഴിലായിരിക്കാം. പക്ഷേ ആ കള്ളത്തരത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഒരു മതപരമായ ഉന്നത പദവിയിലിരിക്കുന്ന ആളാകുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. രാഷ്ട്രീയത്തിൽ കളി കളിക്കാം, പക്ഷെ ജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടുമ്പോൾ അത് പച്ച കള്ളമായി മാറുമ്പോൾ അവിടെ മതപരമായ വിശുദ്ധി എവിടെ പോകുന്നു? ഇസ്ലാമിൽ ഗാലി അഥവാ ഒരു സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തം എന്താണ്? നുണ പറയലാണോ? വഞ്ചനയാണോ? ജനങ്ങളെ കബളിപ്പിക്കലാണോ? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും നമ്മെ വഞ്ചിച്ചാൽ അവൻ നമ്മിൽ പെട്ടവനല്ല. സത്യസന്ധതയാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന അടയാളം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ സത്യസന്ധതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കള്ളം പറയുന്നവനെക്കുറിച്ചും ജനങ്ങളെ വഞ്ചിക്കുന്നവനെക്കുറിച്ചും കടുത്ത മുന്നറിയിപ്പാണ് ഇസ്ലാം നൽകുന്നത്. എന്നാൽ കേരളത്തിലെ ലീഗിന്റെ അധ്യക്ഷൻ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി കള്ളം പറയുകയും പരസ്യമായി മലക്കം മറിയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് 1000 പള്ളിയുടെ ഖാളിപീഠത്തിൽ അഭിമാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? ഖാളിസ്ഥാനം എന്നത് ഒരു രാഷ്ട്രീയ തസ്തികയല്ല, അതൊരു ആത്മീയ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വ്യക്തി രാഷ്ട്രീയത്തിന്റെ പേരിൽ കള്ളത്തരങ്ങൾക്കും കാപട്യങ്ങൾക്കും കൂട്ടുനിൽക്കുമ്പോൾ അത് ആ പദവിയോടുള്ള തികഞ്ഞ വഞ്ചനയാണ്. രാഷ്ട്രീയത്തിൽ ജയിക്കാൻ എന്തുമാകാം എന്ന നിലപാട് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് തികച്ചും എതിരാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ദുരന്തമുള്ളത്. രാഷ്ട്രീയക്കാർ കള്ളം പറഞ്ഞാൽ ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. എന്നാൽ ഇതിനെതിരെ കേരളത്തിലെ ഇസ്ലാമിക മതപ്രബോധകരും സമസ്ത അടക്കമുള്ള പ്രമുഖ പണ്ഡിത സംഘടനകളും എന്തു ചെയ്യുന്നു? അവർ പൂർണ്ണമായ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മൗനം? പാണക്കാട് തറവാട്ടിൽ നിന്നും വരുന്ന ഏത് തെറ്റിനെയും വെള്ളപൂശാൻ ബാധിതപ്പെട്ടവരാണോ കേരളത്തിലെ മതപണ്ഡിതന്മാർ? സാധാരണക്കാരനായ ഒരു സാധാരണക്കാരൻ ചെറിയൊരു തെറ്റു ചെയ്താൽ മൈക്കെടുത്ത് പ്രസംഗിക്കുന്ന കുതുബകളിൽ ആഞ്ഞടിക്കുന്ന ഉസ്താദുമാർ പാണക്കാടുകാർ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാട് കടത്തപ്പെട്ടവരെ പോലെ മിണ്ടാതിരിക്കുന്നത്? ഇവിടെയാണ് പണ്ഡിതന്മാർ പണത്തിനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്നത് നമ്മൾ കാണുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാകേണ്ട, സത്യം വിളിച്ചു പറയേണ്ട പണ്ഡിതന്മാർ ഒരു രാഷ്ട്രീയ കുടുംബത്തിന്റെ കളിപ്പാവകളായി മാറുമ്പോൾ അത് ഇസ്ലാമിക പ്രബോധനത്തോടുള്ള നന്ദികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സത്യം കൈപ്പുള്ളതാണെങ്കിലും അത് വിളിച്ചു പറയാനാണ്. എന്നാൽ ഇന്ന് നമ്മുടെ പണ്ഡിതന്മാർക്ക് പാണക്കാട് തറവാടിന്റെ സാമീപ്യമാണ് സത്യത്തെക്കാൾ വലുത്. ഈ മൗനം ചരിത്രത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. പേരെടുത്ത് പറയേണ്ട നിരവധി മതപണ്ഡിതന്മാരുണ്ട്. അൽ ഹാഫിള് അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ്, നൌഷാദ് ബാക്കവി ഉസ്താദ്, സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്, അങ്ങനെ പേരെടുത്ത് പറയേണ്ട നിരവധി ഉസ്താദന്മാർ, മതപണ്ഡിതന്മാർ, മതപ്രബോധകന്മാർ പാണക്കാട് കുടുംബത്തിന്റെ ഈ വലിയ തെറ്റിനെതിരെ മൗനം പാലിക്കുന്നത് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളോട് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ചെയ്യുന്ന വലിയ വഞ്ചനയാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക. രാഷ്ട്രീയം കളിക്കാം, അധികാരം പിടിക്കാം, അതിനായി തന്ത്രങ്ങൾ മെനയാം. പക്ഷേ അതിന്റെ പേരിൽ മതത്തെയും വിശ്വാസങ്ങളെയും പണയം വെക്കരുത്. 1000 പള്ളിയുടെ ഖാളി പദവിയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിന് ഇനിയും കേരളം കൈയടിച്ചു നിൽക്കില്ല. മതപ്രബോധകന്മാരെ, നിങ്ങളുടെ മൗനം ഇനി ഞാനടങ്ങുന്ന ജനങ്ങൾ ചോദ്യം ചെയ്യും. കസേരയ്ക്ക് വേണ്ടി സത്യം മൂടിവെക്കുന്ന ആത്മീയ കാപട്യങ്ങൾക്കെതിരെ ഇനിയും ശബ്ദമുയർത്തിയില്ലെങ്കിൽ വരും തലമുറ നിങ്ങളെ ചരിത്രത്തിലെ കുറ്റവാളികളായി അടയാളപ്പെടുത്തും. ഈ ഇരട്ടത്താപ്പിനെതിരെ ഇനിയെങ്കിലും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ലീഗ് നോട്ട് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പാണക്കാട് തറവാട്ടിലേക്ക് തലച്ചോറ് പണയം വെച്ച ഇസ്ലാം മത വിശ്വാസികൾ ഇനിയെങ്കിലും ആ തലച്ചോറ് തിരിച്ചെടുത്ത് സ്വന്തമായി ചിന്തിച്ചു തുടങ്ങണം. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയണം. നന്മയും തിന്മയും വേർതിരിച്ചറിയണം. സത്യവും അസത്യവും ഇടകലർത്തിയെടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.